അമേരിക്കൻ സെനറ്റർ, മികച്ച വാഗ്മി എന്നീ നിലകളിൽ പ്രശസ്തനായ എഡ്വേർഡ് എവററ്റ് വീരമൃത്യു വരിച്ച സൈനികരെ അനുസ്മരിച്ചുകൊണ്ട് 1863 നവംബർ 19 13,609 വാക്കുകൾ നിറഞ്ഞതും 2 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ ഒരു പ്രഭാഷണം നടത്തുന്നു. ഗെറ്റിസ്ബർഗ് സെമിത്തേരിയിൽ ഉയർന്നു കേട്ട അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനൊടുവിൽ അവിടെ ഒത്തുകൂടിയ ജനങ്ങളുടെ നീണ്ട കരഘോഷം മുഴങ്ങി. സദസ്സ് ഒന്ന് ശാന്തമായപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൺ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് വളരെ സാവധാനം പ്രസംഗപീഠത്തിലേക്ക് നടന്നെടുത്തു. പനി ബാധിതനായ അദ്ദേഹം ക്ഷീണിതനായിരുന്നു. മുഖമാകെ വിളറിയിരുന്നു. എന്നിട്ടും ശാന്തവും ദൃഢവുമായ സ്വരത്തിൽ 2 മിനിറ്റ് താഴെ മാത്രം അദ്ദേഹം ജനങ്ങളോട് സംസാരിച്ചു. 271 വാക്കുകൾ ചിട്ടയായി ക്രമീകരിച്ച 10 വാചകങ്ങളടങ്ങിയ ആ പ്രസംഗത്തിലെ അവസാന വരികൾ ഇന്ത്യക്കാരായ നമുക്ക് പോലും കാണാപ്പാഠമാണ്. എങ്ങനെ ആശയങ്ങൾ ലോകത്തെ നിയന്ത്രിക്കുന്നുവെന്ന് അന്വേഷിക്കുമ്പോൾ, മനുഷ്യ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും പറ്റി ചർച്ചകൾ നടക്കുമ്പോൾ, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള നീക്കങ്ങൾ അണിയറയിൽ സജീവമാകുമ്പോൾ, മാന്യതയ്ക്ക് നിരക്കാത്തതും ഹിംസാത്മകവുമായ വാക്കുകളാൽ ലോക നേതാക്കൾ മാനവരാശിയെ മുഴുവൻ ഭീതിയിലാഴ്ത്തുമ്പോൾ, ഓർമ്മകളിൽ ഒരു ഇടം നൽകേണ്ട പ്രഭാഷണമാണ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്ന വാചകത്തിൽ അവസാനിക്കുന്ന എബ്രഹാം ലിങ്കന്റെ ഗെറ്റിസ്ബർഗ് പ്രസംഗം.